ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ്, 5ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് പാഠമായ ആര്യ ഇൻ ദ കോക്പിറ്റ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷി വാസ് 4 years ഓൾഡ് ആൻഡ് വൈ? 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ആര്യ എന്താകണമെന്നാണ് ആഗ്രഹിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത്? ആര്യ വാണ്ടഡ് ടു ബി റോസമ്മ വെൻ ഷി വാസ് 4 years ഓൾഡ് ബിക്കോസ് ഷീ സോ ഹെർ അറ്റ് ദ സർക്കസ് ആസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. അപ്പോൾ സർക്കസിലെ ട്രപ്പീസ് കളിക്കാരിയായ റോസമ്മയാകണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. അപ്പോൾ ഈ ട്രപ്പീസ് കളിക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ആടുമല്ലോ. അപ്പോൾ ഇവിടെ അതുപോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണം, വായുവിൽ ഇങ്ങനെ പറക്കണം, അതുപോലെ നല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ധരിച്ച് കുറേ ആളുകളൊക്കെ ഇങ്ങനെ കാണുക, ഇങ്ങനെ വായുവിൽ സഞ്ചരിക്കണം എന്നുള്ളതായിരുന്നു ആര്യയുടെ ആഗ്രഹം. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റേ ഊഞ്ഞാലിലേക്ക് ട്രപ്പീസ് വേറെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ പറക്കണം. വെയർ ഗ്ലിറ്ററി ക്ലോത്ത്സ്, നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. ആൻഡ് ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ക്ലാപ്പ് ഫോർ, ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ട് കൈയടിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെയായിരുന്നു ആര്യയുടെ ആഗ്രഹം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇൻസ്പയർഡ് ആര്യ ടു വാണ്ട് ടു ബി കൽപ്പന ചൗള അറ്റ് ദ ഏജ് ഓഫ് 8 ആൻഡ് ഹൗ ഡിഡ് ഷീ പ്രിപ്പയർ ഫോർ ദിസ് ഡ്രീം? ഇനി 4 വയസ്സിൽ നിന്ന് 8 വയസ്സായി കഴിഞ്ഞപ്പോൾ ആര്യയുടെ ആഗ്രഹം ഒന്ന് മാറി. അപ്പോൾ ആര്യയുടെ ആഗ്രഹം കൽപ്പന ചൗള ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആര്യ വാസ് ഇൻസ്പയർഡ് ടു ബി കൽപ്പന ചൗള അറ്റ് ദ ഏജ് ഓഫ് 8 ബിക്കോസ് ഷീ അഡ്മയർഡ് കൽപ്പന ചൗള ആസ് ആൻ ആസ്ട്രോനറ്റ്. അപ്പോൾ ഒരു ബഹിരാകാശ സഞ്ചാരി എന്നുള്ള നിലയിൽ കൽപ്പന ചൗളയെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കൽപ്പന ചൗള അല്ലെങ്കിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയാകണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. ആര്യ prepared for this dream by making herself an orange space suit, wearing it day and night. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആര്യ ചെയ്ത കാര്യം, ഇവർ ഈ സ്പേസിലായിരിക്കുന്ന സമയത്ത് ധരിക്കുന്നത് പോലെയുള്ള പ്രത്യേക സ്പേസ് ഡ്രസ്സ് തയ്യാറാക്കി, ഓറഞ്ച് നിറത്തിലുള്ള കൽപ്പന ചൗള ധരിച്ചതുപോലെയുള്ള ഒരു സ്പേസ് ഡ്രസ്സൊക്കെ തയ്യാറാക്കി പകലും രാത്രിയൊക്കെ അത് ധരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ടു ഗെറ്റ് യൂസ് ടു ഇറ്റ്, ബിലീവിങ് ദാറ്റ് ഇറ്റ് വുഡ് പ്രൊട്ടക്റ്റ് ഹെർ ഫ്രം സ്പേസ്. അപ്പോൾ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു സ്പേസ് സ്യൂട്ട് അവൾ രക്ഷിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? അപ്പോൾ ഒരു ദിവസം തൻ്റെ അനിയനായ രാജു ആര്യയോട് ചോദിക്കുന്നുണ്ട്, ഈ ഭിത്തിയിൽ കാണുന്ന ഈ പോസ്റ്ററിലുള്ളതൊക്കെ ആരാണ് എന്ന് ചോദിക്കുന്നു. അതിന് ആര്യ എന്ത് മറുപടിയാണ് കൊടുത്തത്? എന്താണ് രാജു ചോദിച്ചത്? രാജു ആസ്ക്ഡ് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹർ വാൾ. ഇപ്പോൾ ഭിത്തിയിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്ററിനെ കുറിച്ചാണ് ചോദിച്ചത്. ഹു ആർ ദേ ചേച്ചി? ചേച്ചി ഇവരൊക്കെ ആരാണെന്നാണ് രാജു ചോദിച്ചത്. ആര്യ റെസ്പോണ്ടഡ് ബൈ എക്സ്പ്ലെയിനിങ് ദാറ്റ് ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഫൈറ്റർ പ്ലെയിൻസ് ഉപയോഗിച്ച 3 സ്ത്രീകളുടെ ചിത്രമായിരുന്നു അത്. രാജു then asked, ആർ ദേ യുവർ ഫ്രണ്ട്സ്? ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണോ എന്ന് രാജു ചോദിച്ചത്. അപ്പോൾ ആര്യ ചിരിച്ചുകൊണ്ടൊരു മറുപടിയാണ് പറഞ്ഞത്, മേ ബി സം ഡേ രാജു, ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ദിവസം ആയിക്കൂടായികയില്ല എന്നാണ് ആര്യ മറുപടി പറഞ്ഞത്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. യു ഹാവ് ഗോൺ ത്രൂ ദ ഡ്രീംസ് ഓഫ് ആര്യ. ഡു യു ഹാവ് ഡ്രീംസ്? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീംസ്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ആര്യക്കുണ്ടായിരുന്നത് പോലെ സ്വപ്നങ്ങളുണ്ടോ? എന്താണ് നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം? എന്തായിത്തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മോഡൽ ഒരെണ്ണം കാണിക്കാം. ഓരോ ആളുകൾക്കും അവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു മോഡൽ ഒരെണ്ണം കാണിക്കാം. മൈ ഡ്രീം, എൻ്റെ സ്വപ്നം. ജസ്റ്റ് ലൈക്ക് ആര്യ ഐ ഹാവ് ഡ്രീംസ് ടു. ആര്യ പോലെ എനിക്കും സ്വപ്നങ്ങളുണ്ട്. ഐ വാണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ് വെൻ ഐ ഗ്രോ അപ്പ്. വലുതാകുമ്പോൾ ഒരു ശാസ്ത്രജ്ഞനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ലവ് ലേണിംഗ് അബൌട്ട് ഹൗ തിങ്സ് വർക്ക് ആൻഡ് ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ വലിയ ഇഷ്ടമാണ്. വൺ ഡേ ഐ വാണ്ട് ടു ഡിസ്കവർ സംതിങ് ന്യൂ ദാറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ. അപ്പോൾ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണമെന്നാണ് ഒരു ശാസ്ത്രജ്ഞനായിട്ട്
ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ഇമാജിൻ മൈസെൽഫ് വെയറിങ് എ വൈറ്റ് ലാബ് കോട്ട് ആൻഡ് വർക്കിംഗ് ഇൻ എ ബിഗ് ലബോറട്ടറി വിത്ത് ലോട്ട്സ് ഓഫ് ഇൻട്രസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഒരു വെള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഒരു ശാസ്ത്രജ്ഞനെ പോലെ ഒരു വലിയ ലാബിൽ വർക്ക് ചെയ്യുക, കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുക, അവിടെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് എൻ്റേത്. ഐ വോണ്ട് ടു സ്റ്റഡി അബൌട്ട് സ്പേസ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ സ്പേസിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ വിൽ വർക്ക് ഹാർഡ് ഇൻ സ്കൂൾ ആൻഡ് റീഡ് മെനി ബുക്സ് ടു ലേൺ മോർ അബൌട്ട് സയൻസ്. അപ്പോൾ സയൻസിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിക്കും. മൈ ഡ്രീം ഈസ് ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ത്രൂ മൈ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ. അപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് അത് ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി ആളുകളുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് പുതിയ സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ ആര്യയുടെ ആഗ്രഹങ്ങളുടെ ഒരു ടൈം ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ടൈം ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, അതൊരു പാരഗ്രാഫായിട്ട് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 വയസ്സുള്ള സമയത്തുള്ള ആഗ്രഹം, 8 വയസ്സുള്ള സമയത്ത്, 12 വയസ്സുള്ള സമയത്ത്, 18 വയസ്സുള്ള സമയത്ത് ഒക്കെ ആര്യയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ 4 വയസ്സുള്ളപ്പോൾ ആര്യയുടെ ആഗ്രഹം ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ്, സർക്കസിലെ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവുക. 8 വയസ്സായപ്പോൾ അവളുടെ ആഗ്രഹം ഒരു കൽപ്പന ചൗള ആവുക എന്നുള്ളതാണ്, അതായത് ഒരു ബഹിരാകാശ സഞ്ചാരി, ആസ്ട്രോനോട്ട് ആവുക എന്നുള്ളതാണ്. ഇനി 12 വയസ്സായപ്പോൾ ഷി വാണ്ട്സ് ടു ബിക്കം എൻ അമീലിയ ഇയർഹാർട്ട്. അപ്പോൾ അമീലിയ ഇയർഹാർട്ട് എന്ന് വെച്ചാൽ എന്നുള്ള ഒരു ആളാവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ആവിയേറ്റർ എന്ന് വെച്ചാൽ വിമാനം പറത്തുന്ന ആളാവുക എന്നുള്ളതാണ് ആഗ്രഹം. 18 വയസ്സായപ്പോൾ ഉള്ള ആഗ്രഹം ഒരു പൈലറ്റ് ആവുക എന്നുള്ളതാണ്, ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് കൂടി നമുക്ക് എഴുതാം. വെൻ ആര്യ വാസ് 4 years old, she wanted to be a trapeze artist. 4 വയസ്സുള്ള സമയത്ത് ആര്യയുടെ ആഗ്രഹം ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ്, റോസമ്മയെ പോലെ. ഫ്ലൈയിങ് ത്രൂ ദ എയർ ആൻഡ് വെയറിംഗ് ഗ്ലിറ്ററി ക്ലോത്ത്സ്. By the age of 8, she was inspired by Kalpana Chawla and dreamed of becoming an astronaut. അപ്പോൾ ഒരു ബഹിരാകാശ സഞ്ചാരിയാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു 8 വയസ്സായപ്പോൾ കൽപ്പന ചൗളയെ പോലെ. ഈവൻ മേക്കിംഗ് ആൻഡ് വെയറിംഗ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്, ഒരു പ്രത്യേക ഓറഞ്ച് നിറത്തിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിരുന്നു. അറ്റ് 12, ആര്യ അഡ്മയർഡ് അമീലിയ എയർഹാർട്ട്. അപ്പോൾ 12 വയസ്സായ സമയത്ത് ആര്യയ്ക്ക് അമീലിയ എയർഹാർട്ടിനോട്ടാണ് കൂടുതൽ സ്നേഹം തോന്നി. അപ്പോൾ ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ. അപ്പോൾ ഒരു പ്ലെയിൻ പറത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഒരു മോഡൽ പ്ലെയിനൊക്കെ സ്കൂളിലുണ്ടാക്കി. ഫോർ എ സ്കൂൾ പ്രൊജക്റ്റ് ഈവൻ ഗെറ്റിംഗ് ഹെയർ കട്ട് ലൈക്ക് അമീലിയ. അപ്പോൾ അമീലിയയുടെ പോലെയുള്ള മുടിയൊക്കെ വെട്ടി ഒരു ഹെയർ കട്ടൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു പ്രായത്തിൽ ആര്യ ഉണ്ടായിരുന്നത്. ഫൈനലി അറ്റ് 18, 18 വയസ്സായപ്പോൾ ആര്യ അസ്പയർഡ് ടു ബി എ ഫൈറ്റർ പൈലറ്റ്. ഒരു പൈലറ്റ് ആകണമെന്നുള്ളതായിരുന്നു ആര്യയുടെ ആഗ്രഹം. ഇൻസ്പയർഡ് ബൈ ദ ഫസ്റ്റ് വിമൻ ഇൻ ഇന്ത്യ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് പറത്തിയ സ്ത്രീകളായിരുന്നു ആര്യയുടെ സ്വപ്നം ആ സമയത്ത്. ആര്യ വർക്ക്ഡ് ഹാർഡ്, സേവ്ഡ് മണി ഫോർ ഫ്ലൈയിങ് സ്കൂൾ. അപ്പോൾ ആര്യ നന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു, കുറച്ച് പണമൊക്കെ സ്വരൂപിച്ചു. ആൻഡ് സ്റ്റഡീഡ് ഡെലിഗൻ്റ്ലി ടു അച്ചീവ് ഹർ ഡ്രീംസ്. അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വളരെ ഉത്സാഹത്തോടു കൂടി അവൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2 യൂണിറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ്, 5ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത യൂണിറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.